ഇപ്പം ശൈത്യയ്ക്ക് പുറത്ത് കേൾക്കേണ്ടി വന്നൊരു ആരോപണം അനുമോളെ സുഹൃത്തായി കൂടെ നിന്നിട്ട് പിന്നിൽ നിന്ന് ആക്രമിച്ചു എന്നൊരു ആരോപണമാണ് കേൾക്കേണ്ടി വന്നത്. അപ്പോൾ അകത്ത് കയറി മാറ്റാൻ വളരെ ഈസിയാണ്. അനുമോളോട് വളരെ സ്നേഹത്തോട് സഹകരിക്കുക. എടി അങ്ങ് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നീ അത് കാര്യമൊന്നും ആക്കണ്ട, ഞാനങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്തതൊന്നുമല്ല, പിന്നെ ഈ ഹൗസിലെ ടെൻഷൻ്റെയൊക്കെ ഇടയ്ക്ക് പറ്റിപ്പോയതാണ്. ഏതെങ്കിലും രീതിയിൽ നിനക്കൊരു വിഷമം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ അത് മറന്നു കളയണേ. അതിൽ ഓഡിയൻസിനോടും പറയുക, അത് അന്ന് നിന്ന സമയത്ത് ഗെയിമിൻ്റെ ഭാഗമായിട്ടൊക്കെ പറ്റിപ്പോയതാണ്, എനിക്ക് അങ്ങനെ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതൊന്നുമല്ല. ഇപ്പം നീ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, നീ എന്തായാലും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ടോപ്പ് 5 വരട്ടെ, ഞാനും പ്രാർത്ഥിക്കാടി നിനക്ക് വേണ്ടിയിട്ട്, അപ്പം പ്രാർത്ഥിക്കാനുള്ള എനിക്ക് പറ്റൂ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് അനുകൂലമാവുന്നതിന് ഈ പറയുന്ന അനുമോൾക്ക് ഇപ്പോൾ വന്ന ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, ഏതാ ശൈത്യ വന്ന് പറഞ്ഞ നെഗറ്റീവുമ്പം ശൈത്യന് കൂടുതൽ നെഗറ്റീവ് ആകുന്നു, അനുമോൾക്ക് കൂടുതൽ അനുകൂലമാകുന്നു. അവിടെ ശൈത്യം വന്ന് സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് പുറമേ നിന്നുള്ള ആൾക്കാർ ഓട്ടോമാറ്റിക്കലി സുഹൃത്തിനെ ചതിച്ച കട്ടപ്പയായിട്ട് പറയത്തില്ല, സുഹൃത്തിനൊപ്പം നിന്ന് മാനസിക ധൈര്യം കൊടുത്ത് ഫിനാനയിൽ ധൈര്യം കൊടുത്ത ഒരു നല്ല സുഹൃത്തായിട്ട് ശൈത്യം അവിടെ കാണും. ഇതിപ്പോ അനുമോളുടെ ഏറ്റവും വലിയ PR റീ എൻട്രിയിൽ വന്ന കണ്ടസ്റ്റൻസ് എന്നുള്ള രീതിയിലേക്ക് മാറിയ സംഭവം ഉണ്ട്. അത് ഞാൻ എപ്പോഴും ഇതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ എല്ലാ ആൾക്കാരുടെയും ധാരണ ബിഗ് ബോസിൽ പോയി ഭയങ്കരമായിട്ട് പെർഫോം ചെയ്ത് സംസാരിച്ച് ബഹളം വെച്ച് കോണ്ടന്റ് കൊടുക്കുമ്പോൾ മാത്രമേ ഇവർക്ക് ജനങ്ങൾക്കിടയിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ എന്നൊരു ധാരണ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ജിൻഡോയും അനുമോളും. ഈ രണ്ടു പേരും ജയിച്ച രണ്ട് വ്യത്യസ്ത രീതിയിലാണ്, വേറൊരു രീതിയിലാണ് ഞാൻ ജയിച്ചത്. അതാണ് ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ചിലപ്പം ടാസ്കിൽ പലതിലും വിൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 4 ആഴ്ചയിൽ 2 പ്രാവശ്യം ഞാൻ ക്യാപ്റ്റനായി പല ടാസ്കിലും ഞാൻ പെർഫോം ചെയ്തു. ഒരു പക്ഷേ എൻ്റെ സീസണിൽ ഏറ്റവും കൂടുതൽ ടാസ്കിലും വിജയിച്ചിട്ടുള്ള ഒരാൾ ഞാനായിരിക്കാം. ഞാൻ നന്നായി സംസാരിച്ചു, ഞാൻ അടിയുണ്ടാക്കി, ഞാൻ തമാശ, ഇതെല്ലാം ഞാൻ ചെയ്തു. എന്നെയും ജനത്തിന് ഇഷ്ടപ്പെട്ടു. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലൊരു നന്മയുണ്ടായതുകൊണ്ടാണ്. ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് ഞാനൊരു കൊള്ളരുതാത്തവനാണെന്നുണ്ടെങ്കിൽ ജനം എന്നെ ഏടായാലും തടുപ്പിക്കത്തില്ല.